സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ആയുർവേദിക് ബീച്ച് റിസോർട്ടാണ്. നമ്മുടെ പൂവാറിലാണ് ഈ ആയുർവേദിക് ബീച്ച് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള കുളങ്ങളും പ്രകൃതി രമണീയമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ദ ഐസോള ഡി കോക്കോ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ആയുർവേദിക് ബീച്ച് റിസോർട്ട് പൂവാർ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഏകദേശം നാഷണൽ ഹൈവേ വഴി സഞ്ചരിക്കുകയാണെങ്കിൽ 31 കിലോമീറ്റർ 45 മിനിറ്റ്സ് കൊണ്ട് എത്തിച്ചേരാവുന്ന സമയമാണ്. പിന്നെ ഇവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. മസാജിങ് സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ ഇരിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഊഞ്ഞാല്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി. പൂളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. ഏറ്റവും മനോഹരമായ രീതിയിലുള്ള പൂൾസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഡാൻസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നൈറ്റ് പാർട്ടി ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സർവീസാണ്. ഇവിടുത്തെ ബോട്ട് ഫെസിലിറ്റീസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാനത് അവിടെ ബെഡൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ നോക്കിയാൽ കാണാം ഒരു ബോട്ട് വരുന്നത്. ആ കായലും കടലും കൂടെ ഒക്കെ ഉള്ള ഒരു സമ്മിശ്രമായിട്ടാണ്. ആ പൂവാറിൻ്റെ കായലിൽ നിന്ന് മാറിയിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കടലും കാണാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ള പൂൾസാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഇൻഡോർ ഗെയിംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീ ഷോപ്സ്, ചെറിയൊരു കുഞ്ഞൻ ടീ ഷോപ്സ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തെ കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒത്തിരി പോണ്ടുകളുണ്ട്, ഒത്തിരി കുളങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനടുത്തൊക്കെ കുറേ ഹട്ടുകളുണ്ട്. ആ ഹട്ടുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് കൊണ്ട് പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം. ബോട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു 1 ഡേ ട്രിപ്പ് ഏറ്റവും പറ്റിയ സ്ഥലമാണ്. ഞാനും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ അല്ല, ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അതായത് ഒരു ബോട്ട് പോകുന്ന കാണാം. വളരെ ഭംഗിയുള്ള ഒരു പ്ലേസാണ്. കാരണം എന്ന് പറഞ്ഞാൽ കായലും കടലും ഒക്കെ ഭയങ്കര നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഫാമിലീസിനൊക്കെ ഒരുമിച്ച് പോയിരുന്ന് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. എൻട്രി പാസ്സൊന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. നമ്മളവിടെ റൂംസൊക്കെ എടുക്കുന്നെങ്കിൽ മാത്രമേ അതിന് പ്രത്യേക ഫീ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമുക്ക് നല്ല ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് അവിടെ ബോട്ടിംഗ് നമ്മൾ കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ബോട്ടിംഗ്, നമുക്ക് പ്രകൃതി ആസ്വദിച്ച് തന്നെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ലഭിക്കും. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. അതിനവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാൻ. പിന്നെ ഇവിടെ ആയുർതീരം എന്ന് പറഞ്ഞ് പ്രത്യേക മസാജിങ് സെൻ്ററുണ്ട്. വിദേശികളൊക്കെ അടക്കം ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ തന്നെ ആയുർതീരത്തിൻ്റെ അടുത്ത് ഉള്ള ചില പോണ്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രസത്തോടെയാണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ അരയന്നങ്ങൾ ഈ പോണ്ടിൽ കൂടി ഒഴുകി നടക്കുന്ന കാഴ്ചയാണ്. ശരിക്കും മനസ്സിനെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷിപ്പിച്ച ഒരു കാഴ്ചയാണിത്. ഒത്തിരി നേരം ഞാൻ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ സ്വയം അവരുടെ തൂവലുകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് മനസ്സിനെയൊക്കെ ഒരുപാട് കുളിർമയും സന്തോഷമൊക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ പോവുക, എൻജോയ് ചെയ്യുക.